വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് PM ശ്രീയിൽ വൻ പിന്നോട്ടുപോക്കിന് CPM ഒരുങ്ങുന്നു. CPI തർക്കം സമവായത്തിലേക്ക് നീങ്ങുകയാണ്. PM ശ്രീയിൽ ധാരണാപത്രം മരവിപ്പിക്കും. തീരുമാനം MA ബേബി D രാജയെ അറിയിച്ചു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ അതിസുപ്രധാനമായ നീക്കമാണ്. മുന്നണിയെ പ്രശ്നം പരിഹരിക്കാൻ CPM വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നു എന്നതാണ്. CPM മുട്ടുമടക്കുന്നു, അങ്ങനെ തന്നെ നമുക്ക് പറയാം ഈ വിഷയത്തിൽ. കാരണം CPIയുടെ സമ്മർദ്ദത്തിനൊടുവിൽ PM ശ്രീയിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. അതിൻ്റെ സാങ്കേതിക നിയമവശങ്ങൾ മറ്റൊരു രീതിയിൽ, പക്ഷേ രാഷ്ട്രീയപരമായ ഈ തീരുമാനം CPM പ്രഖ്യാപിച്ചേക്കും എന്നതാണ് സാഹചര്യം. രാവിലെ നടന്ന നിർണായക കൂടിക്കാഴ്ചയിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നിരിക്കാം. മുഖ്യമന്ത്രി MA ബേബി, ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി ഇവരടക്കമടങ്ങിയ അവർ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് കരുതാം. അങ്ങനെയെങ്കിൽ വമ്പൻ പിന്നോട്ട് പോക്കാണ് PM ശ്രീയിൽ. പിന്നോട്ട് പോക്ക് CPI മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കുന്നു. ദേശീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള സംസാരിച്ച് ഈ വിഷയത്തിൽ ധാരണ ഉണ്ടാകുന്നു എന്നതാണ്. പ്രകാശ് ബാബുവും ഈ ധാരണ പങ്കുവെക്കുകയാണ്. അതായത് പ്രകാശ് ബാബുവും പ്രശ്നപരിഹാരത്തിലേക്ക് എന്ന സൂചനകൾ പങ്കുവെക്കുന്നു. മുന്നണി തകരില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന ആത്മവിശ്വാസം CPI കേന്ദ്രങ്ങൾ കൂടി പങ്കുവെച്ചെങ്കിൽ അതിനർത്ഥം ആലോചനകൾ, ആശയവിനിമയങ്ങൾ സജീവമായി നടക്കുന്നു. PM ശ്രീയിൽ പിന്നോട്ട് പോക്കാണ്. അതായത് CPIയുടെ വാദങ്ങൾ അംഗീകരിക്കപ്പെടുന്നു എന്നതാണ് സാഹചര്യം. VV അരുൺ ഉണ്ടെന്ന് കരുതുന്നു. അരുൺ, വലിയ പിന്നോട്ട് പോക്കാണ്, വലിയ ട്വിസ്റ്റാണ് സംഭവിക്കുന്നത്. എന്താണ് ഈ ആലോചനകൾ, നീക്കങ്ങൾ? ഇത് പങ്കുവെച്ചു കഴിഞ്ഞോ CPIയുമായിട്ട്? CPIയുമായി അക്കാര്യങ്ങൾ CPI നേതൃത്വം, CPM ജനറൽ സെക്രട്ടറി, CPI ജനറൽ സെക്രട്ടറിയുമായാണ് കാര്യങ്ങൾ പങ്കുവച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് സംസ്ഥാന സർക്കാർ ഈ കരാറിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മരവിപ്പിക്കാനോ തയ്യാറാണെന്ന CPMന്റെ ഒത്തുതീർപ്പ് ഫോർമുല CPI നേതൃത്വത്തിന് മുമ്പാകെ വച്ചു കഴിഞ്ഞു. അതിലിപ്പോൾ ചർച്ച നടക്കുകയാണ്. CPIയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ദേശീയ സെക്രട്ടറി K പ്രകാശ് ബാബു അടക്കം പങ്കെടുത്തുകൊണ്ട് ചേരുകയാണ്. ആ യോഗത്തിൽ ഈ CPMന്റെ നിർദ്ദേശം അംഗീകരിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമാകും. നമുക്ക് ലഭിക്കുന്ന സൂചനകളനുസരിച്ച് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് പൂർണ്ണമായ ഒരു ഒത്തുതീർപ്പിലേക്ക് പോവുകയാണ്. CPIയുടെ സമ്മർദ്ദത്തിന് രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഒരു പ്രത്യയശാസ്ത്ര സമീപനം ഉയർത്തിപ്പിടിച്ച് CPI മുന്നോട്ട് വെച്ച ഒരു ആവശ്യത്തിന്, അവരുടെ സമ്മർദ്ദത്തിന് CPM, ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പാർട്ടിയായ CPM വഴങ്ങുന്നു എന്ന് തന്നെ പറയണം. കടുംപിടുത്തം ഉപേക്ഷിക്കാൻ CPM തയ്യാറാകുന്നു എന്ന് ഇതുവരെ ഉള്ള സൂചനകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ CPIയുടെ ഒരു ആവശ്യം അത് തന്നെയായിരുന്നു. ഒന്നുകിൽ കരാറിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുക, നിബന്ധനകളൊന്നുമില്ലാതെ പിന്മാറുക, അല്ലെങ്കിൽ പിന്മാറാൻ തയ്യാറാണെന്നൊരു കത്ത് കേന്ദ്രത്തിന് നൽകുക. അതായിരുന്നു CPIയുടെ ആവശ്യം. ആ ആവശ്യത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ MN സ്മാരകത്തിലുണ്ട്. അവരുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ആ യോഗത്തിനൊടുവിൽ ഒരുപക്ഷെ ഒരു തീരുമാനം അവർ പ്രഖ്യാപിച്ചേക്കാം. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് ഒരിടത്തും ഔദ്യോഗികമായി ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് മന്ത്രിമാർ പങ്കെടുക്കുമെന്ന് അവർക്ക് പറയേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ അവരുടെ എക്സിക്യൂട്ടീവ് തീരുമാനം അതായിരുന്നു. അനുകൂലമായ നിലപാട് CPMൽ നിന്ന് മുന്നണിയിൽ നിന്നുണ്ടായില്ലെങ്കിൽ മന്ത്രിമാർ ഇന്ന് പങ്കെടുക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു. മന്ത്രിമാരെ പിൻവലിക്കാനടക്കം കടുത്ത നടപടികളിലേക്ക് പോകാനും നേരത്തെ ആലോചനകൾ വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വ്യക്തമായ സൂചനകൾ, വ്യക്തമായ വിവരങ്ങൾ നേതാക്കളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതൊരു ഒത്തുതീർപ്പിലേക്ക് തന്നെ, സമവായത്തിലേക്ക് തന്നെ എത്തുകയാണ്. PMC എന്ന മുന്നണിയുടെ നയത്തിന് വിരുദ്ധമായ കരാറിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ മരവിപ്പിക്കാനോ താൽപര്യം കേന്ദ്ര സർക്കാരിനെ CPM വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കും. അതിൽ സാങ്കേതികമായും നിയമപരമായ പ്രശ്നങ്ങളുണ്ടാകാം. അതൊന്നും ഇപ്പോൾ CPMO CPIയോ കണക്കാക്കില്ല. പകരം ഒരു പ്രത്യയശാസ്ത്രപരമായ, നയപരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തീരുമാനം തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇവിടെ നിന്ന് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. അത്തരം സൂചനകൾ CPM നേതാക്കൾ നൽകുന്നുണ്ട്. ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഇടതുമുന്നണിയുടെ യോഗത്തിന്റെ തീയതി തീരുമാനിച്ചിരിക്കുന്നു. നവംബർ 2-ന് 1-ാം തീയതി നിയമസഭാ സമ്മേളനമാണ്. 2-ാം തീയതി ഇടതുമുന്നണി യോഗം ചേരാനാണ് ഇപ്പോഴത്തെ ധാരണ. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ പ്രശ്നങ്ങൾ ഇന്നും തന്നെ പരിഹരിക്കപ്പെടും. എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ചർച്ചയിൽ ഭാവിയിലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതലൊക്കെ വേണമെന്ന ആവശ്യം ഇടതുമുന്നണി യോഗത്തിൽ ഉയരാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ഇപ്പോൾ CPIയുടെ അതിനിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗമാണ് MN സ്മാരകത്തിൽ പുരോഗമിക്കുന്നത്. MN സ്മാരകത്തിൽ ചേരുന്നത് CPM നൽകിയ കത്ത്, ആ കത്ത് എത്രത്തോളം സ്വീകരിക്കാവുന്നതാണ്, എത്രത്തോളം അതിൽ സാങ്കേതികമായി നിലനിൽക്കും, നിയമപരം എത്രത്തോളം നിലനിൽക്കും, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന കാര്യമൊക്കെ ഇപ്പോഴത്തെ ഈ ചർച്ചയിൽ തീരുമാനിക്കപ്പെടാൻ തന്നെയാണ് സാധ്യത. സമീപകാലത്ത് CPI ഉയർത്തിക്കൊണ്ടുവന്ന നയപരമായ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണിത്. 2016 പിണറായി സർക്കാരിന്റെ കാലത്ത് മാവോയിസ്റ്റ് വെടിവയ്പ് കാര്യത്തിൽ അവർ ഒരു എതിർപ്പ് അറിയിച്ചിരുന്നു. എന്നാൽ അത് കാര്യമായി അവരുടെ നിലപാട് വിജയിച്ചില്ല. അതിനുശേഷം തോമസ് ചാണ്ടിയുടെ രാജിയുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ മാറി
നിന്ന് പ്രതിഷേധിച്ചു. പിന്നീട് എലപ്പുള്ളിയിലെ ബ്രുവറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ CPI എതിർപ്പ് ഉയർത്തിയെങ്കിലും അതൊന്നും CPM കാര്യമായി പരിഗണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ CPIയുടെ ഒരു ആവശ്യം നിർണായകമായ ഒരു രാഷ്ട്രീയ ഘട്ടത്തിലാണ് CPI അത് ഉയർത്തിയത്. അതിൽ ശരിയുണ്ടെന്ന് CPMന് പോലും ബോധ്യമുള്ള കാര്യമാണ്. അവിടെ തെറ്റ് സംഭവിച്ചത് തങ്ങളുടെ ഭാഗത്താണെന്ന് CPMന്റെ പ്രധാന നേതാക്കൾ പോലും തിരിച്ചറിയുന്ന വിഷയമാണ്. മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് മന്ത്രിമാരെ അറിയിക്കാതെ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ മന്ത്രിസഭാ യോഗ തീരുമാനത്തിന് വിരുദ്ധമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സെക്രട്ടറിയെ കൊണ്ട് PMC എന്ന കഴിഞ്ഞ 3 വർഷത്തിലേറെയായി രാജ്യമാകമാനം ഇടതുമുന്നണി CPM CPയും ഒരുപോലെ അവരുടെ പാർട്ടി കോൺഗ്രസുകളടക്കം ശക്തമായി എതിർത്ത ഒരു പദ്ധതിയിൽ കായികവത്കരണത്തിന് വഴിതുറക്കും, സംസ്ഥാനത്തും കായികവത്കരണത്തിന് വഴിതുറക്കുമെന്ന് ആശങ്ക പ്രകടിപ്പിച്ച PMC പദ്ധതിയിൽ ഒപ്പിട്ടത് അങ്ങേയറ്റം നീതികേടായി പോയെന്ന് CPI പറയുമ്പോൾ തെറ്റ് സംഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാകണം CPMഉം ഇപ്പോൾ ഈ കരാറിൽ മരവിപ്പിക്കാനോ അല്ലെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും അത് നിർത്തിവെക്കാനോ ഒക്കെയുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് സംബന്ധിച്ച കത്ത് കേന്ദ്ര സർക്കാരിന് നൽകേണ്ട കത്തിന്റെ പകർപ്പാണ് രാജയ്ക്ക് CPIയുടെ ജനറൽ സെക്രട്ടറിക്ക് CPM ജനറൽ സെക്രട്ടറി MA ബേബി അയച്ചു നൽകിയിട്ടുള്ളത്. ആ കത്താണ് ഇപ്പോൾ MN സ്മാരകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. യെസ്, അരുൺ മടങ്ങി വരാം. കിരൺ ബാബു കൂടി നമുക്കൊപ്പമുണ്ട്. കിരൺ, ഇത് സാങ്കേതികമായി പിന്നോട്ട് പോക്ക് സാധ്യമാകുമോ ഇല്ലയോ അതവിടെ നിൽക്കട്ടെ, പക്ഷേ നയപരമായി രാഷ്ട്രീയപരമായി വൻ പിന്നോട്ട് പോക്കാണ്. CPIയുടെ വാദം അംഗീകരിക്കുന്നു എന്നതിൽ അത് ഒരു വലിയ പിഴവ് പറ്റിയെന്ന തുറന്ന സമ്മതം കൂടിയാണ് CPMന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. വലിയൊരു ട്വിസ്റ്റല്ലേ ഈ ഇടതുമുന്നണി രാഷ്ട്രീയത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്നത്? സജിത്തെ, യഥാർത്ഥത്തിൽ CPMനെ സംബന്ധിച്ച് ഇത് ഒരു കീഴടങ്ങലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം CPIക്ക് ഇന്ന് മറ്റു വിഷയങ്ങളെ പോലെയല്ല, ഇക്കാര്യത്തിൽ CPMന് അകത്ത് നിൽക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കളുടെ അടക്കമുള്ള ഒരു ധാർമ്മികമായ പിന്തുണ കൂടി CPIക്ക് ഉണ്ടായിരുന്നു. കാരണം ഈ വിഷയം ഒപ്പിടുമ്പോൾ ഈ ഒപ്പിടുന്നതിന് മുമ്പ് ക്യാബിനറ്റ് ചർച്ച ചെയ്തില്ല, ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇതൊരു മുന്നണി സർക്കാരാണ്. മുന്നണി സർക്കാർ അങ്ങനെ ഒരു ഒപ്പിടുമ്പോൾ അത് ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യണം. അങ്ങനെ ഇടതുമുന്നണിയിൽ അത്തരം ഒരു ചർച്ചയുണ്ടായില്ല. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, CPMന്റെ ഉന്നത ബോഡിയിലോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലോ പോളിറ്റ് ബ്യൂറോയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക, നമുക്കതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നു. അല്ലല്ല, എപ്പോഴും പോസിറ്റീവാണ്, എപ്പോഴും പോസിറ്റീവ്, ഒരു തർക്കവും ഇല്ല. പക്ഷേ ഞങ്ങൾ അതിനകത്ത് വളരെ കൃത്യമായി ചില രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിയമപരമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. അതിനകത്ത് വിട്ടുവീഴ്ച അത് വരട്ടെ. പാർട്ടി സെക്രട്ടറി അതിപ്പം പങ്കുവെക്കാറായിട്ടില്ല. വരട്ടെ, പാർട്ടി സെക്രട്ടറി കണ്ടിട്ട് കിരൺ, നമ്മൾ കേട്ടത് പ്രകാശ് ബാബുവിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം വലിയ കോൺഫിഡൻസ് ആണ് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു ശരീരഭാഷ തന്നെയല്ല, അതായത് പ്രശ്നപരിഹാരത്തിന് വഴി തെളിയുന്നു എന്നത് CPI നേതാക്കളുടെ ശരീരഭാഷയിൽ തന്നെയുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ വരുന്ന വാർത്തയിലേക്ക് തന്നെയാണ് എത്തുന്നത്. CPMനകത്ത് തന്നെ ഉള്ള ഒരു ആശയപരമായ പിന്തുണ CPIക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ചില മന്ത്രിമാരൊന്നും ഈ വിഷയത്തിൽ അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. അവരാരും ഇതിൽ തങ്ങളുടെ അതൃപ്തി പരസ്യമാക്കുന്നില്ലെങ്കിലും അതൃപ്തി ഉണ്ട് എന്ന സൂചനകൾ തന്നെ അവരുടെ മുഖങ്ങളിലും ഉണ്ടായിരുന്നു. എന്താണ് ഈ നീക്കത്തിന്റെ പിന്നോട്ട് പോക്കിന്റെ രാഷ്ട്രീയം? സജിത്തെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇതുവരെ ഉണ്ടായ CPI തർക്കത്തിലൊക്കെ CPMന് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. കാരണം അത് CPMന്റെ പാർട്ടി കമ്മിറ്റികളിലൊക്കെ ചർച്ച ചെയ്ത് CPIയുടെ എതിർപ്പ് തള്ളിയെടുത്ത തീരുമാനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെയല്ല. CPMന്റെയും CPIയുടെയും ദേശീയ നേതൃത്വം തന്നെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെ NEPക്കെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ഒരു ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി ഭാവി തലമുറയെ തയ്യാറാക്കാൻ വേണ്ടി RSS കേന്ദ്രങ്ങൾ തയ്യാറാക്കിയതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അത് വിദ്യാഭ്യാസ വിചക്ഷണർ പോലും തയ്യാറാക്കിയതല്ല, RSSന്റെ ചില നേതാക്കൾ മാത്രം തയ്യാറാക്കിയ ഒരു ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ്. അത് അതിശക്തമായി തന്നെ MA ബേബി അടക്കമുള്ള പ്രധാനപ്പെട്ട CPMന്റെ നേതാക്കൾ, CPIയുടെ D രാജ അടക്കമുള്ള നേതാക്കൾ ഇവരെല്ലാം തന്നെ ദീർഘമായ ലേഖനങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്, വാർത്താക്കുറിപ്പുകൾ ഇറക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും മന്ത്രിമാരടക്കമുള്ള നേതാക്കളൊക്കെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം ഇപ്പോഴും അതിൻ്റെ പോസ്റ്റുകൾ എപ്പോഴും ഉണ്ട്. അവരടക്കം ആ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചാണ്. സാങ്കേതികമായി PMCയിൽ ഒപ്പിടുമ്പോൾ അത് സാങ്കേതികമായി അത് NEP അംഗീകരിക്കൽ കൂടിയാണ്. അത് നടപ്പാക്കില്ല എന്നൊക്കെ പറയുമ്പോഴും സാങ്കേതികമായി അത് അംഗീകരിച്ചു എന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ, തന്ത്രപരമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നതെങ്കിൽ അത് മുന്നണിയെ ബോധ്യപ്പെടുത്തി, പാർട്ടിയെ ബോധ്യപ്പെടുത്തി, മന്ത്രിസഭയെ ബോധ്യപ്പെടുത്തി
നടപ്പാക്കുക എന്നത് ജനാധിപത്യപരമായ ഒരു മര്യാദയാണ്. അത്തരം ഒരു മര്യാദ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രത്യേകിച്ച് ഇത് ഒപ്പിട്ട ശേഷവും നടന്ന മന്ത്രിസഭയിൽ CPI മന്ത്രിമാർ ഇത് ഉന്നയിക്കുമ്പോൾ അത് ഞങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ ഞങ്ങളത് ഒപ്പിടാൻ പോകുന്നു എന്നൊരു വാക്ക് പോലും പറയാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയോ തയ്യാറായില്ല. ബോധപൂർവം CPIയെ അവഗണിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്ന ഒരു നിലപാട് കൂടിയാണ്. നിങ്ങൾ എന്ത് തീർത്താലും ഞങ്ങൾ നടപ്പാക്കുമെന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. CPI പതിവിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. പലപ്പോഴും ഒക്കെ വലിയ ആക്ഷേപം നേരിടുന്ന ഒരു നേതാവാണ് ബിനോയ് വിശ്വം. വെളിയം ഭാർഗവനെയോ അല്ലെങ്കിൽ CK ചന്ദ്രനപ്പനെ പോലെ CPMനെ ആശയപരമായ വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തിരുത്തിക്കാൻ കഴിയുന്ന ആർജവമുള്ള ഒരു നേതാവല്ല ബിനോയ് വിശ്വം. ബിനോയ് വിശ്വം വല്ലാതെ CPMന് കീഴടങ്ങുന്നു എന്ന തരത്തിലുള്ള ആരോപണം CPIക്കുള്ളിൽ തന്നെ അതിശക്തമായി തന്നെയുണ്ട്. അതുകൂടി ചിലപ്പോൾ ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ കണക്കിലെടുത്തിട്ടുണ്ടാവണം. CPIയുടെ ഒരു അസ്തിത്വത്തിന്റെ കൂടി വിഷയമാണ്. ഇത്തരം വിഷയത്തിൽ നിന്ന് CPI വല്ലാതെ പിന്നാക്കം പോയി കഴിഞ്ഞാൽ CPI എന്ന പാർട്ടിക്ക് നാളെ അവരുടെ അണികളോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാവും. പ്രത്യേകിച്ച് CPI കൗൺസിൽ എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല. അവിടെ നേതാക്കൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായമെല്ലാം അംഗീകരിക്കുന്നവരൊന്നുമല്ല കൗൺസിലുള്ളത്. കൗൺസിലൊക്കെ അതിനിശ്ചിതമായ വിമർശനങ്ങളൊക്കെ ബിനോയ് വിശ്വത്തിനെതിരെ അടക്കം ഉയരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉയരുന്ന പതിവൊക്കെ ഉള്ളൊരു കൗൺസിലാണ്. അവിടെ കൗൺസിൽ തന്നെ ഒരു തീരുമാനമെടുത്തത് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പിന്നാക്കം പോകുന്നെങ്കിൽ അത് കൗൺസിലിന്റെ അനുമതിയോടുകൂടി ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നാക്കം പോകാൻ കഴിയാത്ത ഒരവസ്ഥ CPI നേതൃത്വത്തിനുണ്ടാകുന്നു. CPM നേതൃത്വത്തിനും അത് കേന്ദ്ര ജനറൽ സെക്രട്ടറി MA ബേബിക്കായാൽ പോലും നമ്മൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ D രാജയെ പോലെ CPIയുടെ ജനറൽ സെക്രട്ടറി വന്ന് CPM ജനറൽ സെക്രട്ടറിയോട് വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ ആ സമയത്ത് കഴിയുന്നില്ല എന്നൊരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പ്രകാശ് ബാബു അടക്കമുള്ളവരൊക്കെ പരസ്യമായി പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മറിച്ച് ഒരു പ്രതികരണം CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലേറെക്കുറെ വസ്തുതകളുണ്ട്, അല്ലെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും വസ്തുതകളുണ്ട് എന്നുകൂടി കണക്കാക്കേണ്ടി വരും. ആ തരത്തിൽ CPMനുള്ളിൽ നിന്ന് അതിശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു അതിർത്തി കൃത്യമായി തന്നെ CPI മനസ്സിലാക്കുന്നു. CPI അതിശക്തമായ നിലപാട് ആ വിഷയത്തിൽ സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു എഡ്ജ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരുകളെല്ലാം ഈ PMC പദ്ധതിയിൽ ഒപ്പിടുകയും അതിൻ്റെ പണം വാങ്ങുകയും ഒക്കെ ചെയ്തവരാണ്. അതുകൊണ്ട് ഇത് CPMനും CPIക്കും ഇടയിൽ നിൽക്കുന്ന ഒരു തർക്കമായി തന്നെ, അല്ലെങ്കിൽ ആശയപരമായ ഒരു തർക്കമായി തന്നെ നിലനിർത്താനും ആശയപരമായ തർക്കത്തിൽ CPIക്ക് ധാർമ്മികതയുടെ ഒരു പിന്തുണ കൂടി ഉള്ളതുകൊണ്ട് അവർക്ക് അത് ഒരു പരിധിവരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. ഇനി ഭാവിയിൽ ചിലപ്പോൾ അതിന് മറിച്ച് തീരുമാനങ്ങളൊക്കെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള ചോദ്യമൊക്കെ നിലവിലുണ്ട്. ഈ കരാർ വ്യവസ്ഥ അനുസരിച്ച് ഇനി കേന്ദ്ര സർക്കാരിന് മാത്രമേ ഇതിൽ നിന്ന് പിൻവാങ്ങാൻ കരാർ അംഗീകരിക്കുന്നുള്ളൂ. പക്ഷേ ഇത്തരം ഒരു കരാറൊക്കെ രണ്ട് കക്ഷികൾ തമ്മിൽ എടുക്കുമ്പോൾ ഒരു സംസ്ഥാന സർക്കാരിന് അതിൽ വിയോജിപ്പുണ്ട്, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ഒപ്പിട്ട് പോയെങ്കിലും വിയോജിപ്പുണ്ട് എന്നൊക്കെ അറിയിക്കാൻ കഴിയും. അത് പിന്നെ കത്തിടപാടുകളും ഒക്കെ കഴിയുമ്പോഴേക്കും സ്വാഭാവികമായും ഈ മന്ത്രിസഭയുടെ കാലാവധി കഴിയും. ഇനി 6 മാസം മാത്രമാണ് മന്ത്രിസഭയ്ക്ക് മുന്നിലുള്ള 6 മാസം തന്നെ തികച്ചില്ല അങ്ങനെ ഒരു കാലാവധി നിൽക്കുന്ന ഒരു സർക്കാരിന്. ഈ അക്കാഡമിക് ഇയറിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു കരിക്കുലത്തിൽ മാറ്റമോ അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ നടപ്പാക്കണമെന്ന വ്യവസ്ഥ വരിക, അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല. നെല്ല് സംഭരണ പ്രശ്നം